കാര്യങ്ങൾ അതിന് ഉദാഹരണം സഹിതം പറയാൻ കഴിയുന്നതാണ് ഈ ആൾക്കൂട്ടം. പ്രധാനമന്ത്രിയുടെ സന്ദർശനം നടന്നിരിക്കുന്നു. എത്രമാത്രം ആവേശമുണ്ട്? വളരെ ആവേശത്തിലാണ്. നരേന്ദ്രമോദി വന്ന ഈ സമയത്ത് ലോകാരിതനായ വ്യക്തി നരേന്ദ്രമോദി വന്നതിൽ വലിയ ആവേശത്തിലാണ്. അദ്ദേഹത്തിന്റെ ഈ സന്ദർശനം തൃശ്ശൂരിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഒരുപാട് എത്ര സ്ഥാനാർത്ഥികൾ ഇവിടെ തൃശ്ശൂരിൽ നിന്ന് വിജയിക്കുമെന്ന് കരുതുന്നുണ്ട്? 7 സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നുണ്ട് ഇവിടെ. എല്ലാ സ്ഥാനാർത്ഥികളും വളരെ ഇതിലാണ്, ആവേശത്തിലാണ്. എല്ലാവരും പൂർണ്ണ വിജയത്തിലാണ്. നരേന്ദ്രമോദി വ്യക്തിയിലൂടെ തന്നെ ആവേശത്തിലാണ്. പുതുക്കാട് മണ്ഡലത്തിലാണ്. ഞങ്ങൾക്ക് നാഗേഷാണ് നിൽക്കുന്നത്. നാഗേഷിനെ ഞങ്ങൾ വളരെ വിജയകരമായി വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വിജയിപ്പിക്കും. ഞങ്ങൾ മോദിജിനെ കാണാൻ പറ്റിയത് വളരെ സന്തോഷം. വളരെ സന്തോഷം. ഒരുപാട് സമയം വെയിൽ കൊള്ളേണ്ട വന്നോ? അതൊന്നും വിഷയമുള്ള കാര്യമില്ല. ഞങ്ങൾക്ക് 3 ബസ്സാണ് ഞാൻ തൃക്കൂര് പഞ്ചായത്ത്. ആവേശമുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. കണ്ടില്ലേ, ഇതുവരെയും കാണാത്തൊരു ആവേശമല്ലേ? ആ ആവേശം ജനങ്ങള് വോട്ടിൽ കൂടെ കാണിക്കും. ഇതൊക്കെ വോട്ടായി മാറുമെന്ന് മാറും. പിന്നെ മാറേണ്ട ജയിക്കുന്നു. പിന്നെ മണ്ഡലങ്ങൾ ജയിക്കും. പിന്നെ ഈ കൊടുങ്ങല്ലൂര്, ചാലക്കുടി, തൃശ്ശൂര്, ഈ നാട്ടിക, ഇതൊക്കെ നമ്മൾ ജയിക്കും. 4 സീറ്റ് ഇപ്പോഴേ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു. പിന്നെ 4 അല്ല 17 സീറ്റ് ഞങ്ങൾ ജയിക്കും. ഓക്കെ ചേട്ടാ, പ്രധാനമന്ത്രിയുടെ സന്ദർശനം തൃശ്ശൂരിലെ BJPക്ക് കരുത്താണ്. കരുത്താണ്. ജയിക്കട്ടെ. പത്മജയുടെ സാന്നിധ്യം അല്ല, പത്മജയുടെ സ്ഥാനാർത്ഥിത്വം മോദിയുടെ സന്ദർശനം തീർച്ചയായിട്ടും പത്മജ ജയിക്കും. തീർച്ചയായിട്ടും പത്മജ ജയിക്കും. ഇവിടെ തീർച്ചയായിട്ടും ജയിക്കും. സാമീപ്യം സേതു, നമുക്ക് കണ്ടോ BJP പ്രവർത്തകരുടെ NDA പ്രവർത്തകരുടെ ആവേശമാണ്. അവർക്ക് പറഞ്ഞിട്ടും മതിയാകുന്നില്ല. വാക്കുകൾ അവരിങ്ങനെ പലതരത്തിൽ അവർ ആ വികാര പ്രകടനങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 4ഉം 5ഉം സീറ്റുകൾ വരെ ജയിക്കുമെന്ന് പറഞ്ഞ NDA പ്രവർത്തകരുണ്ട്. 2020 മത്സരിക്കുന്ന ചാലക്കുടിയിൽ പോലും BJP അല്ലെങ്കിൽ NDA ജയിക്കുമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അങ്ങനെ വളരെ ആവേശത്തോടുകൂടി ഈ ഒരു സന്ദർശനത്തെ, തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾക്കായി പ്രചാരണത്തിന് നേതൃത്വം നൽകാനെത്തിയ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ നോക്കിക്കാണുന്ന BJP പ്രവർത്തകരാണ്. ഇവർ ഈ ആവേശത്തോടുകൂടി മണിക്കൂറുകളൊക്കെ വെയിൽ കൊണ്ട് കാത്തു നിന്നിട്ടുമൊന്നും പ്രശ്നമില്ല എന്ന് തന്നെയാണ് അവർ, സ്ത്രീകളടക്കമുള്ള വനിതാ പ്രവർത്തകരടക്കമുള്ള ആളുകൾ നമ്മളോട് പറയുന്നത്. അതേ ആവേശം ഈ തെരഞ്ഞെടുപ്പിലുടനീളം നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു വലിയ പരിശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് BJPയെ സംബന്ധിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ആ വിജയസാധ്യതയുള്ള മുഴുവൻ മണ്ഡലങ്ങളിലെയും ഈ ആവേശം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരാനും അത് വോട്ടാക്കി മാറ്റാനും കഴിയുമെന്ന് തന്നെയാണ് BJP പ്രവർത്തകരുടെയൊക്കെ വലിയ ആത്മവിശ്വാസം.